പൂച്ചകൾ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ സ്നേഹകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് കൊറോണ ബാധിതരായി ആശുപത്രിയിൽ കഴിയുന്നവരെയും കൊറോണ ഭേദമായെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗവും പ്രാർത്ഥന കർത്താവിന് സമർപ്പിക്കാം. ഈ പുതിയ ആഴ്ചയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ സഹോദരനിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവന് വേണ്ടത് ചെയ്തു കൊടുത്ത് ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് യാചിച്ച് ഈ ബലിയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമു
ഉന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ തലയിലായ ഞങ്ങളെക്കാരന്റെ പൂർവ്വയോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവൻ, പാരം സ്തുത്യനുമെന്നെന്നും. അനവദ്യൻ മമനാഥാവിൻ, മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം
സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കാം. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത്. എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇതൊരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കൽപ്പനയായിട്ടല്ല. എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ, കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ, ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവരുത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ വിവേചിച്ചു, നീ ശരിയായി തന്നെ പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കൈകളിൽപ്പെട്ടു. അവർ അവനെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്നിരുന്ന സ്ഥലത്തെത്തി. അവനെ കണ്ട് മനസ്സറിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ച് കെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം,
കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യനെ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർദ്ധിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബലിയിൽ ഓൺലൈൻ പങ്കുചേരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആദ്യമേ ആശംസിക്കുന്നു. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചവരെ സ്നേഹകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലാണ്. ഈ മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ വായിച്ചു വിട്ട 2 വായനകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വായനകളാണ്. ഒന്ന്, പൗലോസിലെ കൊരിന്തോസിലെ സഭ എഴുതി ചോദിച്ച ചില സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ലേഖന ഭാഗമാണ്. രണ്ടാമത്തേത്, നിയമത്തിൻ്റെ സംശയത്തിന് ഈശോ നൽകുന്ന മറുപടിയാണ്. ഈ 2 മറുപടിയിലും പൊതുവായിട്ടൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, പൗലോസ്ലിയ കൃത്യമായിട്ട് അത് ഊന്നിപ്പറയുന്നുണ്ട്. ഞാനൊരു ആനുകൂല്യമാണ് നിങ്ങളോട് പറയുന്നത്, നിയമമല്ല, കൽപ്പനയല്ല എന്ന്. വിവാഹ ബന്ധത്തെക്കുറിച്ചുള്ള സംശയത്തിലാണ് പൗലോസ്ലിയ എന്ന് പറയുന്നത്. എന്താണ് ആനുകൂല്യമായിട്ട് പറയുന്നത്? വിവാഹ ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ജീവിത പങ്കാളിക്ക് നൽകേണ്ട എല്ലാ അവകാശങ്ങളും നൽകണം. അതൊരിക്കലും കൊടുക്കാതെ മാറി നിൽക്കരുത്. എന്തിൻ്റെ പേരിലായാലും, പ്രാർത്ഥനയുടെ പേരിലാണെങ്കിൽ പോലും അതിന് പൗലോസ് പറയുന്നുണ്ട്, ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി വിവാഹ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ദമ്പതികൾ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അങ്ങനെ മാറി നിൽക്കുന്ന കാലഘട്ടം ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ അത് സംയമനക്കുറവുണ്ടാക്കുകയും പങ്കാളി പാപത്തിലേക്ക് പോകാൻ ഇടയാവുകയും ചെയ്യും. അപ്പോൾ പൗലോസ് പറയുകയാണ്, ദാമ്പത്യ ധർമ്മം എന്ന് പറയുന്നത് ഓരോ ദമ്പതികളിലെ 2 പേരുടെയും ഒരുപോലുള്ള അവകാശമാണ്. നമ്മളൊക്കെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് ഒരുപാട് ബോധ്യമുള്ളവരാണ്. സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവര്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവര്, അങ്ങനെ ഒരുപാട് അവകാശങ്ങളെക്കുറിച്ച് വാദിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ നാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവകാശത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാതെ പോകുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, അത് നമ്മൾ കുടുംബത്തിൽ ആരംഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പൗലോസ്ലിയ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. പുരുഷന് അല്ലെങ്കിൽ ഭർത്താവ് അവന്റെ ശരീരത്തിന്റെ അവകാശമില്ല, മറിച്ച് ഭാര്യയ്ക്കാണ് അവന്റെ ശരീരത്തിന്റെ അവകാശം. ഭാര്യയുടെ ശരീരത്തിന്റെ അവകാശം ഭർത്താവിനാണ് എന്ന് പറയുമ്പോൾ പരസ്പരം അവകാശമായി സ്വീകരിച്ചവരാണ് ഭാര്യയും ഭർത്താവും. അപ്പോൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം നൽകേണ്ട അവകാശങ്ങളെല്ലാം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ കുടുംബത്തിൽ പഠിക്കണം എന്നാണ് പൗലോസ്ലിയ ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരെ ഉപദേശിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് വ്യക്തിപരമായ അവകാശങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും ഒക്കെ തർക്കിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഈ ഒരു വശം, അപരന് ഉള്ള സ്വാതന്ത്ര്യം, അപരനുള്ള അവകാശം, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്നുണ്ടോ? രണ്ടാമത്തേത്, ഈശോ പറഞ്ഞ ഉപമ തന്നെയാണ് നല്ല അയൽക്കാരന്റെ, നല്ല സമയക്കാരന്റെ ഉപമ. നിയമമനുസരിച്ച് എന്താണ് നിത്യജീവൻ പ്രാപിക്കാൻ ചെയ്യേണ്ടതെന്ന് ആ നിയമത്തിനെ കൊണ്ട് തന്നെ ഈശോ പറയിപ്പിക്കുക. നിയമത്തിന് ഈശോയെ പരീക്ഷിക്കാനാണ് ആ ചോദ്യം ചോദിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിയമത്തിനെല്ലാം അറിയാം, നിയമത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈശോ വളരെ കൃത്യമായൊരു ചോദ്യം ചോദിക്കുക. 2 ചോദ്യങ്ങളാണ് അതിലേക്കുള്ളത്. നിയമത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? നിയമത്തിൽ ഒരു അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ആവശ്യത്തോടെ മറുപടി പറയുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ മറുപടി പറഞ്ഞു, നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു ഇതാണ്. അപ്പോൾ ഈശോ വളരെ സിമ്പിളായിട്ട് അവരോട് പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ, നിനക്കറിയാമല്ലോ, നീ അതുപോലെ പോയി ചെയ്യുക, കുഴപ്പമുണ്ടാവില്ല, നീ ജീവൻ പ്രാപിക്കും. പക്ഷെ ദൈവത്തിന് അപ്പോഴും ഞാൻ കൂടുതൽ മിടുക്കനാണ് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണ കുതുകിയാണ് എന്ന് ചിന്തിക്കാനായി ഈശോയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അടിസ്ഥാനമായി കിടക്കുന്ന ചോദ്യം.
തന്നെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ ഞാൻ പണ്ട് തന്നെ ചെയ്യുന്നതാണ്. മറ്റ് ധനികനായ യുവാവ് പറഞ്ഞ പോലെ ഇതെല്ലാം ഞാൻ പണ്ട് മുതലേ പ്രായോഗികമാക്കുന്ന കാര്യങ്ങളാണ്, ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയും എന്താണ് കുറവെന്ന് ചോദിച്ചതിന്റെ മറ്റൊരു വശമാണ് ഇവിടെ നിയമത്തിൽ പറയുന്നത്. ആരാണ് എൻ്റെ അയൽക്കാരൻ? ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. നിയമം അനുശാസിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ സമയം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കേണ്ട സമയങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ ദാനം കൊടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ട ചെയ്യുക എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യമാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? നല്ല സമയക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ അവന് നമ്മൾ മറുപടി നൽകുകയാണ്. നിന്നെ കൊണ്ട് ആവശ്യമുള്ളവൻ ആരോ അവനാണ് യഥാർത്ഥത്തിൽ നിനക്ക് അയൽക്കാരനായി ഭവിക്കേണ്ടത്. നിന്നെ കൊണ്ട് ആവശ്യമുള്ളവന് നീ നന്മ ചെയ്യുമ്പോൾ അവന് നീ അയൽക്കാരനായി മാറുകയാണ് ചെയ്യുന്നത്. അത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നെ കൊണ്ട് ആവശ്യമുള്ളവനാണ് എൻ്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരല്പം കൂടുതലാണ് രണ്ടാമത് പറഞ്ഞത്. നിന്നെക്കൊണ്ട് ആവശ്യമുള്ളവന് നീ സഹായമായി മാറുമ്പോൾ നീ അവന്റെ അയൽക്കാരനായി മാറുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ അങ്ങനെ എത്ര പേർക്ക് അയൽക്കാരായി മാറാറുണ്ട്? തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവർ പോലും അറിയാതെ പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഫ്ലാറ്റ് സംസ്കാരം, നഗര സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ഇങ്ങനെ കളിയാക്കുകയും ചിലപ്പോൾ വിമർശിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഗ്രാമങ്ങളിലും ഈ രീതി കടന്നു വന്നിരിക്കുകയാണ്. എന്നെ കൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഒരിക്കലും അന്വേഷിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി കടന്നു പോകുന്ന ലേവായനും പുരോഹിതനുമൊക്കെയായി നമ്മൾ അധപ്പതിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും എൻ്റെ പാത നിത്യജീവനിലേക്കുള്ള പാതയല്ല എന്നാണ് ഇന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാമത്തെ ഇടം അത് കുടുംബമാണ്. വലിയ ആധ്യാത്മിക പിതാക്കന്മാരൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്. അത് മറ്റൊന്നുമല്ല, പുണ്യം ആരംഭിക്കേണ്ടത് കുടുംബത്തിലാണ്. പുണ്യജീവിതം ആരംഭിക്കേണ്ടത് കുടുംബത്തിലാണ്. അല്ലാതെ നാട്ടിൽ വലിയ നന്മകൾ ചെയ്തുകൊണ്ടല്ല പുണ്യജീവിതം ഒരിക്കലും ആരംഭിക്കുന്നത്. അത് കുടുംബത്തിൽ ആരംഭിക്കുന്നതാണ്. ഭർത്താവ് ഭാര്യയെ പരിഗണിക്കുമ്പോൾ, അവളുടെ സഹനങ്ങൾ മനസ്സിലാക്കി അവളോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവളുടെ അധ്വാനങ്ങളിൽ അവൾക്ക് സഹായമാകുമ്പോൾ, അവളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവളെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുമ്പോൾ, ഭർത്താവ് ആദ്യം ഭാര്യയ്ക്ക് നല്ല അയൽക്കാരനായി മാറുകയാണ്. ഭർത്താവിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും തിരിച്ചറിഞ്ഞ് ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോഴും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ ത്യജിക്കുമ്പോഴും ഭാര്യയും ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ നല്ല അയൽക്കാരിയായി മാറുകയാണ്. ഈ ശീലമാണ് മക്കൾക്ക് കിട്ടാൻ പോകുന്നത്. പരസ്പരം പരിഗണിക്കാതെ ഞാൻ കുടുംബത്തിന്റെ തലവനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി, എല്ലാവരും എന്നെ ശുശ്രൂഷിക്കണം, എൻ്റെ രോഗം, എൻ്റെ വേദന, എൻ്റെ സഹനം അതിലൊക്കെ നിങ്ങൾ എന്നെ സഹായിക്കണം, എൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഭർത്താവും ഭാര്യയും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മക്കളും ഈ പറഞ്ഞ നല്ല സമയക്കാരായി വളരാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളൊരു കുടുംബ ബന്ധത്തെപ്പറ്റി, വിവാഹ ബന്ധത്തെപ്പറ്റി പൗലോസ്ലീഹ പറഞ്ഞത് ഈശോയുടെ ഈ നല്ല സമയക്കാരുടെ ഉപമയുടെ മറ്റൊരു വശമാണെന്ന് നമുക്ക് അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. കുടുംബത്തിൽ പരസ്പരം നല്ല അയൽക്കാരാകാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈശോ അവസാന വിധിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്കുമ്പോൾ കാണും, ആവശ്യത്തിൽ നേരുമ്പോൾ ഈശോ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഈ എളിയ സഹോദരൻ ഒരുവനും നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തത്, അതുകൊണ്ട് നീ ജീവനിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ഈ നല്ല അയൽക്കാരാകാൻ കുടുംബത്തിലെ പരിശീലിക്കണം. അങ്ങനെ പരിശീലിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളൊക്കെ നിത്യജീവന്റെ പാതയിൽ സഞ്ചരിക്കുന്നവരാകുക. ഈ ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷ ലേഖനവും നമുക്ക് നൽകുന്നത്. വിവാഹ ബന്ധത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതും നല്ല സമയക്കാരുടെ ഉപമയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നതും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളല്ല, മറിച്ച് ഒരേ കാര്യമാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിനക്കുള്ളവരെയും നിനക്ക് ചുറ്റുമുള്ളവരെയും സ്നേഹിക്കുക. അത് കുടുംബത്തിൽ ആരംഭിക്കുക, അത് സമൂഹത്തിലേക്ക് പടർന്നു കയറട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം, യഥാർത്ഥ സ്നേഹം
അത് സഹോദര സ്നേഹത്തിലൂടെയാണ് പ്രകടമാകുന്നതെന്ന്, ദൈവത്തോടുള്ള സ്നേഹം സഹോദര സ്നേഹത്തിലൂടെയാണ് പ്രകടമാകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറഞ്ഞു വെച്ചത്, സഹോദരൻ വെറുക്കുന്നവൻ കൊലപാതകിയാണ് എന്ന്. സഹോദരൻ വെറുക്കുകയല്ല, അവർ സ്നേഹിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ സജീവമായി പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ത്രീമാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും കൊടുക്കരിയായി യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം കുറച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മാറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടഞ്ചയുടെ രക്തസാക്ഷിയുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സ്രഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായിൽ കൊണ്ടുമരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഈർപ്പും നിത്യായുസ്സുകളേറ്റുകയും ചെയ്യുന്നു. ആമേൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുന്നു പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിലാവുന്ന ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ, നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം.
അങ്ങയുടെ മഹത്വമേറിയ ആരാധ്യമായ നാമം എല്ലാ ജനങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കൈയോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള മറ്റൊക്കെ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും ആരാധനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുറിച്ച് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ റോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥായ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സദതം ഓശാന 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 പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദതം ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദസ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ മാതൃകമായി ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനുകളെ വന്ന് ആരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കപ്പെട്ടവരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ടോണി മെത്രാന് വേണ്ടിയും മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാപ്പൊലീത്താമാർക്കും മെത്രാന്മാർക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസി അൽമായ മിഷണർമാർ, ഭരണാധികാരികൾ, വൈദികാർത്ഥികൾ, സന്യാസാർത്ഥികൾ, സമപ്രധാധ്യാപകർ, വചനപ്രഘോഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും വിശിഷ്യ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാറിയോസേ പിതാവിന്റെയും മാർത്തോമാസ്ലയുടെയും വിശുദ്ധ അന്തോനീസിന്റെയും ഭാരതത്തിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ദേവദാസന്റെയും സ്തുതിക്ക് വേണ്ടിയും വിശ്വാസങ്ങളുടെ എല്ലാ പൂർവികർക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയല്ല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഓൺലൈനിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളുടെ അവിടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും ആവശ്യമായിരിക്കുന്നവരും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നതുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ ഉപകാരികൾക്കും വേണ്ടിയും പിന്നെ വിഗ്രഹം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും വേണ്ടിയും ഞങ്ങളുടെ വഴിയിലുള്ള ജീവിതത്തിനു വേണ്ടി എല്ലാ സന്യാസിനികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ വഴിയിൽ നല്ല ദൈവങ്ങളിൽ ധാരണമായി ഉണ്ടാകുന്നതിനു വേണ്ടിയും ഇവിടെ സേവനം കടന്നുപോയ എല്ലാ വൈദികർക്ക് വേണ്ടിയും ഇപ്പോൾ സേവനം ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി അവരെല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും അവരെല്ലാം ദേവാസികൾക്കും ജീവനക്കാർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയും വിശിഷ്ട കുടുംബങ്ങളെ അവരുടെ ശാന്തിയും സമാധാനവും ഐക്യമുണ്ടാകുന്നതിനു വേണ്ടിയും ഉദാശ ജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മാനസാന്തരത്തിനു വേണ്ടിയും ഞങ്ങളുടെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും കൗമാരക്കാർക്ക് വേണ്ടിയും ചീത്ത കൂട്ടുകളുടെയും നിരീശ്വര പ്രസ്ഥാനങ്ങളുടെയും വഴി നടക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങളുടെയും കൗമാരക്കാരുടെയും തിരിച്ചുവരവിനു വേണ്ടിയും തൊഴിലാതെ എല്ലാ ചെറുപ്പക്കാർക്ക് വേണ്ടിയും യുവാപ്രായത്തിന് യുവാമാക്കല്ലാ യുവാക്കൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും വൃദ്ധജനങ്ങൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും സമസ്ത മേഖലകളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന എല്ലാ തൊഴിലാളികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നിലനിൽപ്പിനും വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിദൂരങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന് വേണ്ടി ഞങ്ങൾ നയിക്കുന്ന നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടിയും ഞങ്ങളുടെ നാടിനെക്കാർക്കും എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിയും ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയും സമാധാനം ഐക്യമത സൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടി ലോക സമാധാനത്തിന് വിവിധ സഭകളുടെ സമാധാനത്തിന് വേണ്ടി നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി സമൃദ്ധമായ വിളവുകളുടെ സർവ്വവിധ പൈശാചിക ബന്ധനങ്ങളും പാർശ്വവ്യാധികളിൽ നിന്ന് ഞങ്ങളുടെ നാടിന് സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയും കൊറോണ വൈറസ് ബാധയിൽ മരണപ്പെട്ട എല്ലാ വ്യക്തികളുടെയും ആത്മശാന്തിക്ക് വേണ്ടിയും ചികിത്സയിലും ഐസൊലേഷനിലും ക്വാറന്റൈനിലായിരിക്കുന്നവർക്ക് വേണ്ടിയും വേണ്ടിയും കൊറോണ വൈറസ് ബാധയിൽ തൊഴിൽ നഷ്ടപ്പെട്ട ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഒറ്റപ്പെടുകൾ മൂലം ജീവിത ക്ലേശപൂരിതമായിരിക്കുന്നവർക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾക്കായിട്ട് വരുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന്റെ അന്നദാതാക്കളായ എല്ലാ കർഷകർക്ക് വേണ്ടി അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും ആദ്യ കുർബാന സ്വീകരണമായിട്ട് വരുന്ന ഞങ്ങളുടെ പിഞ്ചോപനകൾക്ക് വേണ്ടിയും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയും മുളൂർക്കര പഞ്ചായത്തിലും ഞങ്ങളുടെ പേരും രോഗികളായിരിക്കുന്ന വിശേഷ കൊറോണ ബാധിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായിരിക്കും വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചു വരുന്ന വിശുദ്ധമായി പരിപ്പെടുത്തുന്ന ഞങ്ങളുടെ അഭിഷേകത്തിന്റെ ശരീര രക്തം ഞങ്ങൾ അർപ്പിക്കുന്ന ഓർമ്മയാലും മാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവന സംജാതമാകുന്ന ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾ തരണമേ. അങ്ങ് മാത്രമേ യഥാർത്ഥ പിതാവായ ദൈവം ഞങ്ങളെ പരിവർത്തനായ ശേഷിയാവും
മാമോദീസയുടെ സജീവവും ജീവദായകമായ കർത്താവ് മുദ്രിതരും പരിശുദ്ധ പരിക്കാസമാനുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചതിൽ ആവശ്യങ്ങളുടെ കർത്താവയുടെ ദാസം അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങനെ നാമത്തിൽ കൂടി ഇപ്പോൾ തിരിച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ നാമലക്ഷ്യമായ ഈശോയുടെ പീഡാനുഭവത്തിനും ഫലത്തിലെയും സംസ്കാരത്തിനും ഉത്ഥാനത്തിലെയും മകനെയും ഭയത്തിലെയും പരിശുദ്ധം ജീവിതമായ ദൈവത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ, നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉള്ളവരെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തുള്ളതുമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ മാന്യവും സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങനെ അഭിഷിക്കുന്ന മുൻ രക്തത്താൽ രക്ഷിക്കുന്ന സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് പ്രവൃത്തി അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനോട് ദയതോന്നണമേ. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിൽ മുഴുവനും ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ദാസരുടെ പാപപ്രാധം ക്ഷമിക്കണമേ. 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 നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപപ്രാധവും കാരണവും ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും പുറത്തുണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സ്തുതി പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ മതങ്ങളെ പുതിയമാക്കുകയും ജ്വലിക്കുന്ന കൊണ്ട് സ്തോത്രം ആർപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥന നിർദ്ദേശിച്ചുകൊണ്ട് നീ ശിശുമാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നീ ധരിപ്പിച്ച മനോവിശ്വാസം ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യാതിരേകത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ തിരുശരീരത്തിൽ രക്തങ്ങൾ കുടിക്കുന്നു, ജീവൻ കാരണമാകട്ടെ. മനുഷ്യർക്കിന്റെ പ്രത്യാശയായ മിശിഹായ നിന്റെ ശരീരം ഭക്ഷിക്കുന്ന രക്തപാനം ചെയ്യുന്ന ഞങ്ങളെ നല്ല കളനോട് നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോട് ഒരുമിച്ച് പറുദീസായ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സർവ്വത്തെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ, സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്തു എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനം കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്ധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശം നൽകിയ കൃപയെക്കുറിച്ച് അവസാനം പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. ഭക്തരായ ഞങ്ങൾ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങളും കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ വിളങ്ങൾ കൊടുക്കുന്നവരെ നിന്നുള്ള ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾ എല്ലാവരും യോഗ്യരാകട്ടെ. എല്ലാ സമയവും ഞങ്ങൾ എന്നെ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
കർത്താവിനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾ പ്രയാട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തകാലത്തിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സ്വർഗത്തിലെയും നാഥായ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന് പരിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കർത്തവ്യമേ സ്വസ്തി. ഇന്ന് ഞാൻ കുർബാന വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസരായ ഞങ്ങൾക്ക് വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും എടുക്കുന്നവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന് മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന് മൗഢവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, വിശുദ്ധ ചാവർ പിതാവേ, വിശുദ്ധ പ്രാസ്യമേ, വിശുദ്ധ മറിയം ത്രേസ്യയേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ചിറ്റിലപ്പള്ളി ജോസഫ് ബിസി മകൾ നിയയ്ക്ക് ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. നിയയുടെ എല്ലാ നിയമങ്ങളും നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രമേപ്പിച്ചുകൊണ്ട് ഈ സ്തോത്രഗീതത്തിൽ പങ്കുചേരാം. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായും സ്തോത്രങ്ങൾ. പാരിതിനാദിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. ദൈവദൂതന്മാരെല്ലാവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. നിന്നനർഹമാം ശോണിതത്തിനാൽ വീണ്ടെടുത്തോരി ദാസരിൽ നിൻ കൃപാമൃതം ചിന്തനേയെന്നും യാചി
നിത്യാനന്ദത്തിൽ അങ്ങേ സ്നേഹിതൻ ഒത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. നാഥ നിൻ ജനങ്ങളെ ആശിസേകളെ നിത്യവും നീ ഭരിക്കുക, നിൻ ജനങ്ങളെ ഉന്നതിയവക്കേകണേ. നിത്യവും ഞങ്ങൾ അങ്ങേ വാഴ്ത്തും, നിൻ പാവനാമവും തഥാ, പാവനാമവും തഥാ. ഇന്നു ഞങ്ങളിൽ പാപമേശായ നിന്നാനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവൻ തീവ്രമായ തിങ്ങും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിൽ ആശ സർവ്വം. ലേശം ലജ്ജിക്കയില്ല ഞാൻ, ലേശം ലജ്ജിക്കയില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരണത്താൽ ഭൂമിയിൽ ജനിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നീയെ അങ്ങ് ആശീർവദിക്കണമേ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവുമായി വർദ്ധിക്കുവാൻ അവളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മാലാഖയെ എല്ലാവരും നിന്ന് അവളെ കാത്തുകൊള്ളണമേ. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവോളം സ്നേഹനിറഞ്ഞ പരിപാലനത്തിൽ അവളെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.